വെൽക്കം ടു ഗ്ലിറ്റ്സ് ഇന്ത്യ ഫാഷൻസ്. ഐ എം റസീന ജമാൽ. നമ്മളിന്ന് കാണുന്നത് കുർത്തീസിൻ്റെ കളക്ഷൻസാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുർത്തിയാണ്. ഇമ്പോർട്ടഡ് ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള കുർത്തി. നല്ല രസമാണ് അതിൻ്റെ ഒരു പാറ്റേണും അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ നല്ല ഭംഗിയാണ്. ബുക്കിംഗ്സ് സൈറ്റ് തന്നെ ചെയ്യുക. www.glitzindia.com സൈറ്റ്. 38 to 46 സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഫാബ്രിക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ വലിയുന്നൊരു ടൈപ്പ് ഫാബ്രിക്കാണ്. നല്ല കംഫർട്ടബിൾ ആണ്. വിത്തൗട്ട് ലൈനിങ് ആണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ക്ലോസ് വ്യൂ ഞാൻ കാണിക്കാം. ഫാബ്രിക്കിൻ്റെ ഇതുപോലെ ഇത് കണ്ടോ, ഇതിൻ്റെ ഈ ഫാബ്രിക്കിൻ്റെ ലുക്ക് ഇങ്ങനെ വരുന്ന ത്രെഡ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് കേട്ടോ. ഇതിൻ്റെ യോക്ക് കണ്ടോ, ഇവിടെ ഒരു ലേസ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഔട്ട്ഫിറ്റാണ്. നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് സിംപ്ലി വെയർ ചെയ്യാം, കൂളായിട്ട് വെയർ ചെയ്യാൻ പറ്റും. വിത്തൗട്ട് ലൈനിങ് ആണെങ്കിൽ ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല, നല്ല ഡിഫറെൻറ്റ് ലുക്കിൽ വെയർ ചെയ്യാൻ പറ്റിയൊരു ടോപ്പാണ് കേട്ടോ. നല്ല ജെറ്റ് ബ്ലാക്ക് കളറുമാണ് വന്നേക്കുന്നത്. സ്ലീവ്സിൽ ഇതുപോലെ ഈ ഒരു ഫാബ്രിക് തന്നെ പോയിട്ട് ചെറിയൊരു ബട്ടനും കൂടി കൊടുത്തിട്ടുണ്ട്. സ്ലിറ്റഡ് സ്ട്രെയിറ്റ് കട്ടാണ് വരുന്നത്. ബാക്ക് പോർഷൻ ഇതുപോലെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ. കോളനൊക്കെ ഒക്കെ നല്ല ഭംഗിൻ്റെ. റേറ്റ് 1199 ആണ് റേറ്റ് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള മിസ് 20 ബ്രാൻഡഡ് കുർത്തിയാണ് കേട്ടോ. പ്രീമിയം ആയിട്ടുള്ള കുർത്തീസാണ്. സ്ലിറ്റഡ് നല്ല ഫിനിഷിങ് സ്റ്റിച്ചിങ്ങാണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ബോട്ടത്തിൻ്റെ കൂടെ വെയർ ചെയ്യാം, അല്ലെങ്കിൽ സെയിം കളർ ബോട്ടത്തിൻ്റെ കൂടെ വേണമെങ്കിൽ ഇട്ടിട്ട് ദുപ്പട്ട ഇടണമെങ്കിൽ അങ്ങനെ ഇടാം, കുർത്തി സ്റ്റൈൽ വേണമെങ്കിൽ അങ്ങനെ ഇടാം. എല്ലാം നല്ല ഭംഗിയുള്ള കുർത്തീസാണ്. ഒരു 3 കളേഴ്സ് ഉണ്ട്, ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് വൺ ബ്ലാക്ക് ആണ്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ്. നല്ല ഫാബ്രിക്കാണ്. ഇതിൻ്റെ ഇന്നർ പോർഷൻ ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് പാറ്റേൺ വന്നേക്കുന്നത് ഇങ്ങനെ കേട്ടോ. വിത്തൗട്ട് ലൈനിങ് ആണ്. വിത്തൗട്ട് ലൈനിങ് ആണെങ്കിൽ ഇതിൻ്റെ ഇന്നർ പോർഷൻ കണ്ടോ പ്ലെയിൻ ആയിട്ടാണ് വന്നേക്കുന്നത്. ഭയങ്കര കംഫർട്ടബിളാണ്. വെയർ ചെയ്യാനായിട്ട് ഭയങ്കര സുഖമായിട്ടുള്ള ഫാബ്രിക്. ഒട്ടും നമുക്ക് ഇങ്ങനെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് ചൂടെടുക്കുന്ന ഫാബ്രിക് അല്ല. നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാം. 1199 ആണ് റേറ്റ് വരിക. നല്ല ലോങ് ആയിട്ടുള്ള കുർത്തി. സെയിം ബോട്ടം വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ബോട്ടം വേണമെങ്കിൽ അങ്ങനെ വെയർ ചെയ്യാം കേട്ടോ. ബാക്ക് പോർഷൻ ഇതുപോലെ 38 to 46 സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു റെഡിഷ് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. സ്ട്രെയിറ്റ് കട്ടായിട്ട് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. നെക്ക് പാറ്റേണും ഒക്കെ കാണിട്ട് വീനൊക്കെ വന്നിട്ട് നേരെ സ്ട്രെയിറ്റ് കട്ടായിട്ട് സ്ലിറ്റ് ആണ്. എന്നിട്ട് ലാസ്റ്റ് ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് നോർമൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ജീൻസിൻ്റെ കൂടെ ബോട്ടത്തിൻ്റെ കൂടെ ഏതെങ്കിലും സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ കൂടെ ഒക്കെ വെയർ ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല ഫാബ്രിക്കാണ്. ഇതിൻ്റെ ഇന്നർ പോർഷൻ ഞാൻ നേരത്തെ കാണിച്ചായിരുന്നല്ലോ. നല്ലതാണ്. ഇതുപോലെ പ്ലെയിൻ ആയിട്ട് നല്ല ഫിനിഷിങ് സ്റ്റിച്ചിങ്ങിലും വന്നിരിക്കുന്നത്. 1199 ആണ് റേറ്റ്. നന്നായിട്ട് ലാസ്റ്റ്. ഇപ്പോൾ ഡെനീമൊക്കെ നമ്മൾ എടുക്കുമ്പോൾ കിടക്കില്ലേ കുറേ നാൾ, അതുപോലെ കിടക്കുന്നൊരു ഫാബ്രിക്കാണ് കേട്ടോ. ബാക്ക് പോർഷൻ ഇതുപോലെ നല്ലൊരു പാറ്റേണുമാണ്, നല്ല കളറുമാണ്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു റെഡും മെറൂണും കൂടി ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് ഇത് ക്രിസ്മസിനും വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. റെഡി ടു ഡെസ്പാച്ച് ആയിട്ടുള്ള ഐറ്റാണ്. 899 ആണ് റേറ്റ് വരുന്നത്. നല്ലൊരു സിൽക്കി ഫാബ്രിക്കാണ്. റോ കോട്ടൺ പോലത്തെ ഒരു ഫാബ്രിക്. സൈഡിൽ ലേസ് കൊടുത്തിട്ടുണ്ട്. മറ്റേതിൻ്റെ ലേസ് കൊടുത്തിട്ടുണ്ട്, അത് പറയാൻ പറ്റുമോ. ഇവിടെ ഇതുപോലെ തന്നെ നല്ലൊരു കട്ടിങ് കൊടുത്തിട്ട് ചെറിയൊരു ലേസ് പാറ്റേൺ ഇവിടെ വെച്ചിട്ടുണ്ട്. പിൻടെക്സ് കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഫ്രീ ആയിട്ട് പോകുന്ന പോലെയാണ്. വൺ സൈഡ് പോക്കറ്റ്സ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതൊരു ഗ്രീൻ ബോട്ടോ ആയിട്ട് പെയർ ചെയ്യാം, വൈറ്റ് ബോട്ടോ ആയിട്ട് പെയർ ചെയ്യാം. ക്രിസ്മസ് തീമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ വെയർ ചെയ്യാൻ പറ്റും. നല്ല സ്റ്റൈലിഷ് ഔട്ട്ഫിറ്റാണ്. 38 to 46 സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ. അതാ ഇതുപോലാണ് ഇതിൻ്റെ നെക്ക് പാറ്റേൺ ഒക്കെ വരുന്നത്. ഇതുണ്ട് ചെറിയൊരു ഇതുപോലെ ലേസ് പോലെ ഇവിടെ കൊടുക്കും. നല്ലൊരു ഡാർക്ക് റെഡ് അല്ല, റെഡും മറൂണും കൂടി ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷൻ. നിങ്ങൾക്ക് അല്ലാതെ യൂസ് ചെയ്യാം. നല്ല ഭംഗിയുള്ള ടോപ്പ്, സ്ലിറ്റഡ് സ്ട്രെയിറ്റ് കട്ട്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിലേതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് അതർ വീഡിയോ. നമ്മുടെ സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് ത്രൂ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല, ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല.
കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസ് ആണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ, ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.